ഹലോ ഗൈസ്, വെൽക്കം ടു റിയാറോ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മീൻ കറിയാണ്. ഫ്രീസർ തുറന്ന് നോക്കിയപ്പോൾ മീൻ അവിടെ ഇരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ മീൻ നമ്മളെടുത്ത് മീനൊന്ന് വെള്ളത്തിലിട്ട് കഴുകി നമ്മൾ മുറിച്ച് എല്ലാം സെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളിനിപ്പോൾ അതിലേക്ക് നമുക്ക് ഈ മീൻ കറി ഉണ്ടാക്കാനായിട്ട് തക്കാളി ഇട്ട മീൻ കറി ഉണ്ടാക്കാനായിട്ട് തക്കാളി വേണം, ഇഞ്ചി വേണം, പച്ചമുളക് വേണം, വേപ്പില വേണം, സവാള വേണം, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടിയും വേണം. അത് മറക്കരുത്. ഇനി നമുക്ക് മീൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. പാൻ അടുപ്പത്ത് വെച്ച് നമ്മളൊന്ന് ചൂടാക്കാണ്. പാൻ ഇങ്ങനെ വെച്ച വീഴുന്നുള്ളതുകൊണ്ട് നമ്മൾ തിരിച്ച് വെച്ച് നമ്മളൊന്ന് ഗ്യാസ് ഓണാക്കാണ്. അപ്പം നമ്മളിത് ഗ്യാസ് ഓണാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പിന്നെ സിമ്മിലേക്ക് മാറ്റാണ്. നമുക്ക് ഈ പാനൊന്ന് ചൂടാവണ വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പാനിപ്പോൾ ചൂടായിട്ടുണ്ട്. നമ്മൾ ഈ പാനിലേക്ക് ഇനി കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണയാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. ആ വെളിച്ചെണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടായതിനു ശേഷം സിമ്മിലാണോന്ന് നമ്മൾ ഉറപ്പ് വരുത്തി അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇതെല്ലാം ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഏകദേശം നമ്മളൊരു ഒരു പരുവായി കഴിഞ്ഞതിന് ശേഷം നമ്മളതിലേക്ക് ഇതിലേക്ക് നമ്മളിപ്പോൾ ഇനി സവാള ഇടാണ്. സവാള ഇട്ട് നമ്മൾ ഒന്ന് വഴറ്റുകയാണ്. സവാള ഒരു വഴണ്ടൊരു പരുവാവുന്നവരെ നമ്മളിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി സവാള ഒരു ബ്രൗൺ കളറായി. നമുക്കിനി ഇതിലേക്ക് അടുത്ത ഐറ്റംസ് ഇടാൻ പോവാണ്. നമ്മളിപ്പോൾ വഴണ്ട് വന്ന ഈ സവാളയിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉലുവപ്പൊടി ഇടാണ്. മുളക് പൊടി നമ്മുടെ ആവശ്യത്തിനും, പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് നമ്മളിടുന്നത്, നമുക്കൊരു ചുമന്ന നിറം കിട്ടാനായിട്ട്. ഉലുവപ്പൊടി ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ ആ മീനിൻ്റെ ഒരു മണം പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മളതൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്യാണ്. ഇനി നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി അത് ഇട്ട് കൊടുക്കുകയാണ്. അതും നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. നമ്മളിനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ തക്കാളിയൊക്കെ ഒരു കുഴഞ്ഞിരിപ്പുണ്ട്. നമ്മൾ ഇത് ഒന്ന് മിക്സ് ചെയ്ത് ഈ കുഴന്നിരിക്കുന്ന ഇതിലേക്ക് ഇതിലേക്ക് നമ്മൾ പച്ചവെള്ളം ആഡ് ചെയ്യാണ്. പച്ചവെള്ളം നമ്മളൊരു ജസ്റ്റ് ഒരു ഗ്രേവിക്ക് വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നു. നമ്മുടെ ആവശ്യത്തിനാണ് നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നത്. അത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന അതേ പാത്രത്തിൽ നിന്ന് തന്നെയാണ് വെള്ളം എടുത്തത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബാക്കിയിരുന്ന് അതിലൊട്ട് പറ്റി പിടിച്ചിരുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവ പൊടിയൊക്കെ നമുക്ക് ഇതിൽ കൂടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. നമുക്കപ്പോൾ അങ്ങനെ വേസ്റ്റായി പോകുന്ന അതിനൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ നമ്മളിതൊന്ന് അടച്ച് വെച്ച് ഒന്നും കൂടി ഒന്ന് ചൂടാക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആവിയൊക്കെ പറഞ്ഞ് ഏകദേശം നല്ലൊരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുകയാണ്. മീനിടുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം കയ്യിൽ മുള്ളു കുത്തി കയറാതെ നോക്കണം. പിന്നെ ഇടുമ്പോൾ നമ്മൾ പതിയെ ഇട്ട് കൊടുക്കണം. പൊക്കി വെച്ചിട്ട് ഇട്ടാൽ ആ വെള്ളം തിളച്ചിരിക്കുന്ന വെള്ളം നമ്മുടെ മേത്തേക്ക് തെറിക്കും. അപ്പോൾ അത് നമുക്ക് കൂടുതൽ അപകടമായിരിക്കും. അതുകൊണ്ട് നമ്മൾ താഴ്ത്തി വെച്ചിട്ട് ഇടണം. ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ മീനിലേക്ക് വെറുതെ ഇത് കറിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് നമ്മളൊന്ന് സെറ്റാക്കി അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാണ്. ഹൈ ഫ്ലെയിമിലാണ് ഇനി നമ്മൾ വെക്കുന്നത്. നമ്മുടെ മീൻ ഏകദേശം വെന്തൊരു പരുവായതിന് ശേഷം നമ്മൾ അതൊന്ന് ടേസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുകയാണ്. നല്ല രസമുണ്ട്. നല്ല കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. മണമൊക്കെ നല്ല വൃത്തിക്ക് നല്ല ഭംഗിയിൽ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിനെ മാറ്റി വെക്കുകയാണ്. അപ്പം നമ്മൾ കുറച്ച് നേരത്തേക്ക് നമ്മളിത് അടച്ച് വെക്കുകയാണ്. ഓക്കെ, ഇതിലേക്ക് നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. പച്ചവെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നല്ല വൃത്തിക്ക് നമുക്ക് നല്ലൊരു നാടൻ ടേസ്റ്റൊക്കെ വരും. അപ്പോൾ നമ്മൾ അതിലേക്ക് വേണ്ടി ഒഴിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മളൊന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ബൈ.